അതെ, കേരളം ഇളകി മറിയുകയാണ്. രാഷ്ട്രീയ ചൂട് അതിൻ്റെ അത്യുന്നതിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്, കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. നമസ്കാരം. എന്താണ് കേരളത്തിലെ ട്രെൻഡ്? കേരളത്തിലെ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ്. എല്ലായിടത്തും ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. 10 വർഷത്തെ LDF ഭരണം മതിയായി എന്നുള്ള ചിന്തയോടുകൂടി ജനങ്ങൾ രംഗത്തിറങ്ങുന്ന ആവേശകരമായ കാഴ്ച എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഞാൻ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതിനിടയിൽ പോയി കഴിയും. എല്ലായിടത്തും വൻ മുന്നേറ്റമാണ് യു ഡി എഫ്. എന്നാൽ പിണറായി വിജയൻ പറയുന്നത് 110 സീറ്റോട് കൂടിയിട്ട് അവർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. പരാജിതൻ്റെ കപട ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു, പാർലമെൻറ്റിൽ തോറ്റു, എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും തോറ്റു. പിന്നെ എങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത്? അപ്പോൾ ഇത് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താങ്കൾ നടത്തിയ ധീരമായ പോരാട്ടം, അഴിമതിക്കെതിരെയുള്ള ധീരമായ പോരാട്ടം നടത്തേണ്ടായി. പക്ഷെ അന്ന് ഭരണത്തിലെത്താൻ വീണ്ടും കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം കോവിഡായിരുന്നു. 1. 2 BJP CPM എന്നുള്ള ഡീലായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും അവർ തമ്മിൽ ധാരണയായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം മോഡി ആഗ്രഹിക്കും, പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തുടർ ഭരണമാണ്, കോൺഗ്രസ് വരരുതെന്നായിരുന്നു. ഈ 2 ഫാക്ടേഴ്സ്. പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് ജനങ്ങളുടെ ഒരു രക്ഷകനായിട്ട് വന്നു. ഫ്രീ മെഡിസിൻ, ഫ്രീ റേഷൻ, കിറ്റ്, എല്ലാം ഫ്രീ, പെൻഷൻ, ഇതെല്ലാം കൊടുക്കേണ്ട എന്ന സന്ദർഭത്തിൽ ജനങ്ങൾ എല്ലാ ഗവൺമെൻറ്റുകളും, കേരളം മാത്രമല്ല എല്ലായിടത്തും രക്ഷകരായി കണ്ടു. അത് ഈ 2 ഫാക്ടേഴ്സ് കൊണ്ടാണ് ഞങ്ങൾ 4% വോട്ടിന് പിന്നിലായത്. ഇത്തവണ ആ ഡീൽ ഇല്ല എന്നാണോ പറയുന്നത്? ഇത്തവണ ഡീലുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും, ജനങ്ങൾക്ക് വസ്തുതകൾ ബോധ്യപ്പെടും. കാരണം 10 വർഷമായി ഒന്നും ചെയ്തില്ല. ഈ നാടിനെ ജനങ്ങൾക്ക് ദുരിതമല്ലാതെ മറ്റൊന്നും സംഭാവന ചെയ്തില്ല. അതുകൊണ്ട് 7 ഡീലുണ്ടായാലും ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ മുന്നോട്ട് വരും. പിണറായി വിജയൻ ഇപ്പം പറയുന്നത് അവർ നടത്തിയിട്ടുള്ള വൻ വികസനമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ആ വികസനത്തിനാണ് വോട്ട് ചെയ്യാൻ പോണത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അല്ല, ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. കേരളത്തിൽ എന്ത് വൻകിട വികസനം ഉണ്ടായി? UDF കാലത്ത് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു, കണ്ണൂർ വിമാനത്ത്. അതുപോലെ ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നാട്ടിൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുമില്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. FDI എന്ന് പറയുന്നത് വെറും 300 കോടി മാത്രമാണ്. എങ്ങനെ ഈ നാട് പുരോഗമിക്കും? നമ്മുടെ ചെറുപ്പക്കാർ കൂട്ടമായി കേരളം വിട്ടുപോകുന്നു, പലായനം ചെയ്യുന്നു. എങ്ങനെ എന്ത് നേട്ടമാണ് ഉണ്ടായത്? അതോടൊപ്പം അദ്ദേഹത്തിനത് ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലും അദ്ദേഹത്തെ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ. കാരണം അതാണ് മോഡിയും അദ്ദേഹം തമ്മിലുള്ള ഡീല്. മോഡിയും പിണറായി വിജയനും തമ്മിലുള്ള ഡീല് കാരണം ഇവിടെ ഒന്നും നടക്കില്ല. കേജ്രിവാളിനെ ജയിലിലടച്ചു, ഒന്നുമില്ലയെന്ന് ഇപ്പോൾ പറയുന്നു. DK ശിവകുമാറിനെയും ചിദംബരത്തെയും ജയിലിലാക്കി, ഒന്നുമില്ല. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും 52 മണിക്കൂർ 5 ദിവസം കൊണ്ട് ചോദ്യം ചെയ്തു. പിണറായി വിജയനെതിരെ നോട്ടീസ് പോലും കൊടുത്തില്ല. സ്വർണ്ണക്കള്ളക്കടത്ത്, മാസപ്പടി വിവാദം, അതുമായി ബന്ധപ്പെട്ട ധാരാളം അഴിമതികൾ, ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള അലിഖിതമായ ഒരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും അന്വേഷിക്കാത്തത്. എന്നിടം എന്തുകൊണ്ടാണ് തുറന്നു കാണിക്കുന്നതിൽ പ്രതിപക്ഷം? അതെല്ലാം തുറന്നു കാണിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ തെളിയാൻ പോവുകയാണ്. അതായത് അങ്ങനെയുള്ള പിണറായി വിജയൻ ലാവലിംഗ് കേസ് ഞാൻ 41 ദിവസം 41 തവണയാണ് ലാവലിംഗ് കേസ് മാറ്റി. 80 തവണയായി. 80ആയോ? ഞാൻ അതിൻ്റെ ഡിഫാക്റ്റ് 80 തവണയായി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനും പ്രതിപക്ഷ നേതാവെന്നതിലും KPC പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ചൊരു കാര്യമാണ് ലാവലിംഗ് കേസ്. നിങ്ങൾ ശക്തമായി വാദിച്ചു. ഞാൻ ചോര നീരാക്കി എൻ്റെ ജീവൻ കൊടുത്തുണ്ടാക്കിക്കൊണ്ടാണ്. അതെ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദിവസമായി, ഇത്രയും നാളായി, 8 വർഷത്തോളമായി എന്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നത്? അവിടെയാണ് മോഡിയും പിണറായിയും തമ്മിലുള്ള ധാരണ. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞു, പിണറായി വിജയൻ്റെ തൊടാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതാണ് കാര്യം. നിരന്തരമായി. എന്നിട്ട് അദ്ദേഹത്തെ പിണറായി വിജയൻ പറഞ്ഞത് പ്രാദേശിക നേതാവിൻ്റെ വിവരം പോലും ഇല്ലാത്ത ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. ഇദ്ദേഹത്തിന് ഭയങ്കര വിവരമാണല്ലോ, അതുകൊണ്ടാണല്ലോ വീട്ടിൽ പോയി ചോദിക്കാൻ നികൃഷ്ടജീവി, എന്താണ് പരനാറി, ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിവരമാണ്. അത് ജനങ്ങൾക്കറിയാം ആ വിവരമൊക്കെ.
താങ്കളെയും അതേപോലെ വി ഡി സതീശനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശനെ ബഫൂൺ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾ എനിക്കതിനെ പറ്റിയൊന്നും പറയാം. താങ്കൾ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നു, അതേസമയത്ത് അദ്ദേഹത്തെ അപഹസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ മത സാമുദായിക നേതാക്കന്മാരുടെ അഭിപ്രായത്തിനൊന്നും ഞാൻ മറുപടി പറയാറില്ല. എന്നാൽ വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം 90 വയസ്സായി, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. അതേ നിലപാട് തന്നെയാണ് അങ്ങേക്കുള്ളത്. അതല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ മത നേതാക്കൾ അവരുടെ അഭിപ്രായം പറയും, അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതായത് ഈ ഗവൺമെൻറ് കാലത്ത് ഇപ്പോൾ ഞാൻ എഴുതിയൊരു പാരഡി, ഇപ്പോൾ വന്ന പാരഡി പോലും നിരോധിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒന്നും ആരും പ്രതികരിക്കുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും, കള്ളക്കേസിൽ കുടിക്കാൻ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും, പിന്നെ പ്രതികാരം വീട്ടുന്നതിന് പകരം അറസ്റ്റ് ചെയ്തപ്പോൾ പോലും പ്രതിപക്ഷം അനങ്ങാതിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങാതിരുന്നത്? അല്ലല്ല, ഞങ്ങളതിനൊക്കെ എതിരെ ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നാട്ടിൽ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞങ്ങളെ തന്നെ ഒക്കെ വിമർശിച്ചുകൊണ്ട് എത്രയോ ആളുകൾ കവിത എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മളെല്ലാം നടപടിയെടുത്തു. അതാണ് ഈ ഗവൺമെൻറ് ഏകാധിപത്യ ഗവൺമെൻറ്റാണെന്ന് പറയാൻ കാര്യം. താങ്ക് യു.